ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ഓൾറെഡി സാരി ഉടുത്തു. അപ്പോൾ ഇനി എനിക്ക് റെഡി ആവണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം സ്കിൻ കെയർ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലമ്മിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ, ഫേവറേറ്റ് പ്ലമ്മിൻ്റെ ടോണർ ഇതടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ഓ മൈ ഗോഡ്. അയ്യോ, അതിന് മുന്നേ ലിപ് ബാം ഇടാൻ പറഞ്ഞു ഞാൻ. ഇതൊരു ചാപ്ടെക്സിൻ്റെ ഒരു ലിപ് ബാം. ഇത് ഒരു വഴിയായിട്ടുണ്ട്, തീർന്നൊരു വഴിയായി. അപ്പോൾ നമുക്കിനി മോയ്സ്ചറൈസർ. കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്യണത് അക്വാലോജിക്കേൻ്റെ ഇല്ലേ അക്വാലോജിക്കേൻ്റെ ഈ ഒരു കളർ ടിക്. ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, ആക്ച്വലി സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ്. സോ ഇത്രയോളം ഞാൻ തീർത്തു. സോ ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഈവനിങ് ആവുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല. ഞാൻ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്കിൻ ടിൻറ്റിലോട്ട് പോകാമെന്നാണ് വിചാരിക്കണം. റീസെൻ്റ്ലി ഞാൻ പർച്ചേസ് ചെയ്തൊരു സ്കിൻ ടിൻ്റാണ് ഈ ഇൻസൈറ്റിൻ്റെ ഈ ഒരു സ്കിൻ ടിൻ്റ്. എനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടിയെന്ന് വെച്ചാൽ കറക്റ്റ് ഷെയ്ഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്കിത് ഇതിന് ബ്ലെൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകും. വരുന്നില്ലേ? ഓക്കെ. അയ്യോ, ഇത് കുറച്ച് കൂടി പോയോ? ഓക്കെ, അപ്പം ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ആക്ച്വലി കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നെക്കിലൂടെയൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കിനി സെറ്റിംഗ് പൗഡറിൽ പോവാം. ഇങ്ങനെയാണോ കറക്റ്റ് സ്റ്റെപ്സ് എന്ന് എനിക്കറിയില്ല. കുറേ നാളായി ആക്ച്വലി ഒരു മേക്കപ്പ് ഒക്കെ അങ്ങനെ കറക്റ്റ് സ്കിൻ ടിൻറ്റ് ഫൗണ്ടേഷൻ ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്തിട്ട്. സോ ഇങ്ങനെയാണ് സ്റ്റെപ്സ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നമുക്ക് അതിന് മുന്നേ കണ്ണെഴുതാല്ലേ, കണ്ണെഴുതിയിട്ട് നമുക്ക് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. ഇൻ കേസ് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഇപ്പം തൽക്കാലം ഇങ്ങനെ ചെയ്യാം. നമ്മൾ നല്ലൊരു പണിയാണ് കേസ് തന്നത്. ഇത് എന്ത് ചെയ്യുന്ന ഒരു പിടുത്തമില്ല. സോ സൂപ്പർ ഗ്ലൂ ഓർഡർ ചെയ്തിട്ട് എന്താവുന്ന ഒരു പിടുത്തമല്ല. നമുക്ക് എന്തായാലും എൻ്റെ ഐ ഷാഡോ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇടുവാണ്. ആകെപ്പാടെ സ്ട്രെസ്സായി, സീരിയസ്ലി സ്ട്രെസ്സായിരിക്കുകയാണ്. ലെറ്റ്സ് ഡു ദിസ്. ഈ ഒരു കളർ ഒരു വൈൻ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന്. സോ ഓക്കെ. കണ്ണ് ഞാൻ കണ്ണാടീൻ്റെ മുന്നിൽ പോയി നിന്ന് വരയ്ക്കാം, കാരണം ഇതിൽ നോക്കി വരയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് സ്ട്രെസ് അടിച്ചിരിക്കുകയാണ്, എക്സ്ട്രാ സ്ട്രെസ്സും കൂടെ അടിക്കാൻ എനിക്ക് വയ്യ. ഞാൻ കണ്ണൊക്കെ വരച്ചിട്ട് വരാം. ഒട്ടും എന്ന ഒരു വിശ്വാസത്തിൽ നമുക്ക് ബാക്കി റെഡിയാവാം. മസ്കാര ഓക്കെ. ഞാനൊരു ഐലാഷസ് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമുണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, പക്ഷെ അതെത്തിയില്ല. മസ്കാരയൊക്കെ എത്ര മതി. ഓക്കെ, നമുക്ക് ഐബ്രോസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഞാൻ മാൾസിൻ്റെ ഒരു ബ്രൗൺ ആണ് എടുത്തേക്കണം. ബ്രൗൺ എടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നാച്ചുറൽ ലുക്ക് തരിക. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ ബ്രഷിൻ്റെ ഇതുണ്ട്, അത് വെച്ച് നമുക്ക് കോംബ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി എനിക്ക് ഈ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി. ഞാൻ ഫേസിൻ്റെ ഹെയർ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഇരിച്ച് പോലും പുരുകം പോയി, പക്ഷെ അത്ര എടുത്തറിയുന്നില്ല. അത് ഭാഗ്യം. ആകപ്പാടുള്ളതൊരു പിരിക, അതും കൂടി പോയി കഴിഞ്ഞാൽ. സോ ഇനി
നമുക്ക് സെറ്റിംഗ് പൗഡർ ഇത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സെറ്റിംഗ് പൗഡർ എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതും ഞാൻ റീസെൻ്റ്ലി വാങ്ങിയതാണ് കെ ബ്യൂട്ടിൻ്റെ. പക്ഷെ എനിക്ക് കറക്റ്റ് ഷെയ്ഡ് എനിക്ക് കിട്ടി. ഗ്രേറ്റ്ഫുൾ. കുറച്ചിങ്ങനെ തട്ടിയെടുക്കണം. ലൈക്ക് സംഭവം ഇത് ബ്രഷ് വെച്ചാണ് ഇടേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല, ഇവിടെ ഇല്ല. ബ്രഷും സെറ്റിംഗ് പൗഡർ അല്ല, ബ്രഷും സെറ്റിംഗ് സ്പ്രേയും ഐ ഷാഡോ, ഇത് മൂന്നുമാണ് എൻ്റെ ഇല്ലാത്ത. എൻ്റെ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും കൂടെയൊക്കെ ഇടാം. സോ അതുകൊണ്ട് എനിക്കുള്ള ഒരേ ഓപ്ഷൻ ബ്യൂട്ടി ബ്ലെൻഡർ ആവുകൊണ്ട് ഞാനിത് വെച്ചിടുന്നതാണ്, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിടുന്നതാണ് കുറച്ചുകൂടി പെർഫെക്റ്റ്. ലിപ്സ്റ്റിക്ക് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു 2 ഷെയ്ഡ്, അതായത് ഇത് മാഴ്സിൻ്റെ 09 സൂപ്പർ സ്റ്റാർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഷെയ്ഡ്. 09 ആണ് എന്തായാലും. ഇത് സ്കാൻഡലസ് 13 ഫേസ് സ്കാനഡൻ്റെ. അപ്പം നമുക്ക് ആദ്യം ഇത് വെച്ച് ലിപ്പ് ലൈൻ ചെയ്യാം. ഇത് വെച്ചാണ് ഞാൻ ഐ ഷാഡോ ഇട്ടതും. ലൈൻ ചെയ്തെടുക്കാം. ഇത് ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ വെക്കാം. എന്നിട്ട് ഇതിങ്ങനത്തെ ഒരു വൈൻ പോലത്തെ ഒരു കളറാണ് ഇത്. ഇത് മാത്രമായിട്ട് രസം ഉണ്ടാവില്ല. അതാ കൊള്ളാം. ഞാൻ വിചാരിച്ച രീതിക്ക് വന്നു. ഓക്കെ, നമുക്കിനി പൊട്ട് വെക്കാം. ബാക്കി വളയൊക്കെ ഇടാം. മാല ഞാൻ ഇടുന്നില്ല, ആ ഒരു വലിയ കമ്മലാണ് ഇടാന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതിപ്പം സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് ഇങ്ങനെ വെച്ചേക്കാണ്. ഇപ്പം ഇടാൻ പറ്റിയ കണ്ടീഷനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പൊട്ട് വെക്കാം. ഞാൻ പൊട്ടും വെച്ചിട്ടുണ്ട്. അപ്പം പൊട്ടും വെച്ചപ്പോൾ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ലുക്ക്. മാല മാത്രമാണ് എന്നെ ചതിച്ചത്. ഞാൻ കുപ്പിവളയും ചതിച്ച് ഗൈസ്. ഒരെണ്ണം പൊട്ടി. അപ്പം 11 കുപ്പിവള. ഞാൻ ബ്രൗൺ ആണ് ഞാൻ ചൂസ് ചെയ്താട്ടാ. ബ്രൗൺ. അയ്യോ, എനിക്ക് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ലുക്ക്. യൂഷ്വൽ എനിക്ക് ഒരു പ്രിയപ്പെട്ട ആൾ തന്ന വാച്ച് അതിവിടെ ഇട്ടിട്ട് നമുക്ക് കമ്മൽ ജസ്റ്റ് ഇടാൻ പറ്റുന്ന കണ്ടീഷൻ ആയാന്നൊന്ന് നോക്കാം. അതർവൈസ് എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഇഷ്ടപ്പെട്ടു. വെയിറ്റ്, ആക്ച്വലി കമ്മൽ ഇതാണ് പ്രശ്നം. പറ്റിയ കമ്മൽ ഒരു വിധത്തിൽ ഇടാൻ പറ്റുന്ന രീതിക്കായിട്ടുണ്ട്. ഇത് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും 2 അളവായിരിക്കും. കാരണം ഇത് കുറച്ചൊന്ന് കയറ്റി നൂലൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ യാ, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. സാരി, this is my makeup. Oh god, I'm loving, seriously I'm loving my makeup.